എല്ലാവർക്കും മോറൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നബിദിന പരിപാടികൾ അഥവാ മീലാദ് പരിപാടികൾ വളരെ മനോഹരമായി നടത്താൻ പറ്റുന്ന, അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനായി നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് www.miladsoftware.com എന്നത് സെർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അവിടെ നിങ്ങൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇതിന് 1000 രൂപ ഫീ ഉണ്ട്. ആ ഒരു ഫീസ് അടച്ചതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക, സ്ക്രീൻഷോട്ട്, അതേപോലെ പൈസ അയച്ച ഡേറ്റും കാര്യങ്ങളും. ശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ടീം, സ്റ്റുഡൻറ്റ്, കാറ്റഗറി അങ്ങനെയൊക്കെ കാണും. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് എന്നതിൽ ആദ്യം ഇവിടെയാണ് ചെയ്യേണ്ടത്. ഓർഗനൈസേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മദ്രസയുടെ പേര്, ഒരു കുട്ടിക്ക് മത്സരിക്കാൻ പറ്റുന്ന പരമാവധി സ്റ്റേജ് ഐറ്റമിൻ്റെയും ഓഫ് സ്റ്റേജ് ഐറ്റമിൻ്റെയും എണ്ണം കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. ശേഷം ആഡ് ക്ലാസ് എന്നതിൽ പോയി നിങ്ങൾ ക്ലാസ്സുകൾ ആഡ് ചെയ്യാം. 1, 2, 3 എന്ന് ക്ലാസ് ആഡ് ചെയ്യാം. ശേഷം വ്യൂ ക്ലാസ് എന്നതിൽ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത ക്ലാസ്സുകളെ അവിടെ നിന്ന് നോക്കാവുന്നതാണ്. ആണെങ്കിൽ ഇവിടെ ഡിലീറ്റും ചെയ്യാം. ഞാൻ 2 അധികം ക്ലാസ് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ അങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ 1A 1B എന്നൊക്കെ കൊടുത്തിരുന്നത്. ശേഷം ഡിവിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതൊക്കെ കാറ്റഗറിയാണ്, ഉദാഹരണത്തിന് കിഡീസ് ബോയ്സ്, കിഡീസ് ഗേൾസ്, സബ് ജൂനിയർ ബോയ്സ്, സബ് ജൂനിയർ ഗേൾസ്, അതുള്ളത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ശേഷം വ്യൂ ഡിവിഷൻ എന്നതിൽ പോയി നിങ്ങൾ സെലക്ട് ചെയ്ത ഡിവിഷനുകൾ ഇവിടെ കാണാവുന്നതാണ്. ശേഷം ടീം എന്നതിൽ പോയി നിങ്ങൾ ഓരോ ടീമുകളെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ടീമിൻ്റെ പേര്, ടീം ലീഡർ, സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ എത്ര ടീമുണ്ട് അത്ര ടീം ഇവിടെ പേരും അതിൻ്റെ ലീഡറുടെ പേരും കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. ശേഷം വ്യൂ ടീം എന്നതിൽ പോയാൽ നിങ്ങൾക്ക് ആ ടീമും അതിൻ്റെ ലീഡറുടെ പേരും ഇവിടെ കാണാവുന്നതാണ്. ശേഷം പ്രോഗ്രാം എന്നതിൽ പോയി ആഡ് പ്രോഗ്രാം എന്നത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഡിവിഷൻ, അതായത് കാറ്റഗറി സെലക്ട് ചെയ്യുക. കിഡീസ് ബോയ്സ് എന്ന് സെലക്ട് ചെയ്തു. പ്രോഗ്രാമിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഞാൻ നേരത്തെ ഇവിടെ കൊടുത്തിരുന്നു, കുട്ടിപ്പാട്ട് എന്ന് കൊടുത്തിരുന്നു. ശേഷം അതിൻ്റെ പ്രോഗ്രാമിൻ്റെ നമ്പർ ഓർഡർ അനുസരിച്ച് 1 മുതൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അതിൻ്റെ കാറ്റഗറി സ്റ്റേജ് ആണോ ഓഫ് സ്റ്റേജ് ആണോ എന്ന് കൊടുക്കുക. ടൈപ്പ് ഗ്രൂപ്പ് ആണോ ഇൻഡിവിജ്വൽ ആണോ എന്ന് കൊടുക്കുക. ഈ ഒരു ടീമിൽ നിന്ന് എത്ര പേർക്ക് ഇതിൽ പങ്കെടുക്കാമെന്നത് കൊടുക്കാം. ശേഷം സബ്മിറ്റ് എന്നത് സെലക്ട് ചെയ്യണം. വ്യൂ പ്രോഗ്രാം എന്നതിൽ പോയി കിഡീസ് ബോയ്സ് കുട്ടിപ്പാട്ട്, അതിൽ പ്രോഗ്രാം കോഡ്, അത് സ്റ്റേജ് ആണ്, ഇൻഡിവിജ്വൽ ആണ്, മാക്സിമം ഫ്രം എ ഗ്രൂപ്പ് എന്നത് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. എത്ര ആളുകൾക്ക് ഇതിൽ നിന്ന് പങ്കെടുക്കാം, ഏതൊക്കെ ഐറ്റംസ് എന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്, ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട്. ഇനി അടുത്തത് സ്റ്റുഡൻറ് എന്നതാണ്. സ്റ്റുഡൻറ് എന്നതിൽ ആദ്യം ആഡ് സ്റ്റുഡൻറ് എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കുട്ടിയുടെ പേര്, ക്ലാസ്, ഞാനിവിടെ ഒരു പേര് സെലക്ട് ചെയ്യുന്നു, ക്ലാസ് സെലക്ട് ചെയ്യുന്നു, ഡിവിഷൻ സെലക്ട് ചെയ്യുന്നു, കുട്ടി ഏത് ഡിവിഷൻ ആണെന്നത്, ടീം കൊടുക്കുന്നു, ചെസ് നമ്പർ ഞാൻ നേരത്തെ ഇവിടെ ഒരു കുട്ടി ആഡ് ചെയ്തതാണ്, അത് 101 എന്ന് കൊടുത്തിരുന്നു. ഇവിടെ ഈ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായി ഇവിടെ 102 എന്ന് വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഹൗസിലെയും അല്ലെങ്കിൽ ഓരോ ടീമിലെയും കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് ഇവിടെ ബാക്കിയെല്ലാം ഇവിടെ തന്നെയുണ്ട്. പേര് മാറി, അതേപോലെ ചെസ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ബാക്കി ക്ലാസ് 1ഉം ഡിവിഷനും
അതേപോലെ ടീമും ഇതൊക്കെ ഒന്നിച്ച് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എൻട്രി ഫോമിൽ ഡീറ്റെയിൽസ് വാങ്ങിയാൽ ടീം വൈസ് ആയിട്ടാണ് വാങ്ങുക. അപ്പോൾ ടീം വൈസ് ആയിട്ട് ക്ലാസ് വൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ടീമിൻ്റെ പേര് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന സമയത്ത് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ മാറ്റുന്നത് വരെ അവിടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവുന്നതാണ്. സ്റ്റുഡൻ്റ് എന്നത് പോയി. ഇനി വ്യൂ സ്റ്റുഡൻ്റ് എന്നതിൽ പോയി കുട്ടികളെ ലിസ്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് കിഡ്ഡീസ് ബോയ്സിൽ ഏതൊക്കെ കുട്ടികളുണ്ടെന്നത് കാണും. അവിടെ അവരെ ഹൗസ് അടക്കം ഇവിടെ കാണിക്കും. വേണമെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് വെക്കാം. അപ്പോൾ മനസ്സിലാവും ഏത് കുട്ടി ഏത് ഹൗസിൽ പെട്ടതാണെന്ന് ഇവിടെ നിന്ന് നോക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി വീണ്ടും സ്റ്റുഡൻ്റ് എന്നതിൽ പോയി വ്യൂ സ്റ്റുഡൻ്റ് ബൈ ടീം എന്നത് സെലക്ട് ചെയ്താൽ കിഡ്ഡീസ് ബോയ്സ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. റൈഹാനിൽ പെട്ട കുട്ടിയുടെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അടുത്തത് അസൈൻ പ്രോഗ്രാം. ഇനിയാണ് കുട്ടിക്ക് പ്രോഗ്രാം കൊടുക്കുന്നത്. ഇവിടെ വെച്ചുകൊണ്ടാണ് അസൈൻ ബൈ ചെസ്റ്റ് നമ്പർ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുട്ടിയുടെ ചെസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 101, ഉദാഹരണത്തിന് 101. ഈ കുട്ടിക്ക് ഞാൻ ഓൾറെഡി ഇവിടെ കുട്ടിപ്പാട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ക്ലിക്ക് ചെയ്താൽ അവിടെ കുട്ടിപ്പാട്ട് ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യും. ഇനി ഇവിടുന്ന് സബ്മിറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടിപ്പാട്ട് എന്നത് ക്ലിക്ക് ചെയ്യലോടുകൂടി ആ കുട്ടിക്ക് കുട്ടിപ്പാട്ട് ലഭിച്ചു. ഇനി 102 എന്ന കുട്ടിക്ക് അവിടെ ഞാൻ സെലക്ട് ചെയ്യാണ്. കുട്ടിയുടെ പേര് അവിടെ വരും, ഐമൻ എന്ന് പറഞ്ഞു. കുട്ടീൻ്റെ മർജാനാണ്. ആ കുട്ടിക്കും കുട്ടിപ്പാട്ടുണ്ടെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ കുട്ടിക്ക് പ്രോഗ്രാം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സബ്മിറ്റ് ആവുന്നതായിരിക്കും. എന്ന് അസൈൻ ബൈ ഗ്രൂപ്പ് പ്രോഗ്രാം എന്നതിൽ പോയി ഗ്രൂപ്പ് പ്രോഗ്രാം ഇവിടെയാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് പ്രോഗ്രാം ഇവിടുന്ന് പ്രോഗ്രാം സെലക്ട് ചെയ്യുക. നേരത്തെ ഇവിടെ ഞാൻ ഗ്രൂപ്പ് പ്രോഗ്രാം ആഡ് ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഇവിടെ ഗ്രൂപ്പ് പ്രോഗ്രാം ആഡ് ചെയ്താൽ പ്രോഗ്രാം കോഡ് ഇവിടെ കാണിക്കും. അത് ചെയ്യാം. ടീം ഏത് ഗ്രൂപ്പാണോ, അപ്പോൾ ഉദാഹരണം മർജാൻ, ചെസ്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇവിടുന്ന് സബ്മിറ്റ് ചെയ്താൽ മതി ഏതാ പ്രോഗ്രാം എന്നത്. ഇവിടെ ഒരു പ്രോഗ്രാം ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് അവിടെ വരാത്തത്. അവിടെ ഞാനൊന്ന് ആ റിസൾട്ട് അൺഡിക്ലെയർ ചെയ്തിട്ട് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ അസൈൻ പ്രോഗ്രാം എന്നതിൽ അസൈൻ ഗ്രൂപ്പ് പ്രോഗ്രാം എന്നതിൽ പോവാം. ഇവിടെ നിന്ന് രണ്ട് പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം കോഡ് ഗ്രൂപ്പ് പ്രോഗ്രാം ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ കണ്ടു സംഘഗാനം കിഡ്ഡീസ് ബോയ്സിന്. എന്നിട്ട് ഏത് ടീമിലും മർജാൻ എന്നതിൽ ചെസ് നമ്പർ 102 അത് അവിടെ കാണിക്കും. ഏതൊക്കെ ചെസ് നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ടീമിലുള്ള കുട്ടികളെ പേര് മാത്രം അവിടെ നമ്പർ മാത്രം അവിടെ കാണിക്കും. അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ടീമിൻ്റെ, അതായത് ഗ്രൂപ്പ് പ്രോഗ്രാം ആണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലീഡറുടെ പേര് മാത്രം കൊടുത്താൽ മതിയാവും. ബാക്കി പേര് നമ്മൾ മാനുവലായിട്ട് എഴുതി വെക്കുക ആണ് ചെയ്യേണ്ടത്. കാരണം എല്ലാവരും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. അങ്ങനെ ആ കുട്ടിക്ക് പ്രോഗ്രാം കൊടുത്തു. അസൈൻ പ്രോഗ്രാം. ഇനി ലിസ്റ്റ് ബൈ പ്രോഗ്രാം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് കിഡ്ഡീസ് ബോയ്സ് എന്ന കാറ്റഗറിയിൽ സംഘഗാനത്തിന് എത്ര കുട്ടികളുണ്ട് അത് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി സാധിക്കും. ലിസ്റ്റൊക്കെ പിന്നീട് നമ്മൾക്ക് വേറൊരു സ്ഥലത്ത് ഈ ലിസ്റ്റ് എന്നതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ലിസ്റ്റിൻ്റെ കൂടുതൽ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാനേ ഉള്ളൂ. ലിസ്റ്റ് ബൈ കാറ്റഗറി, ലിസ്റ്റ് ബൈ സ്റ്റുഡൻറ്റ്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജൂനിയർ സബ് ജൂനിയർ എന്നതിൽ കിട്ടും. ലിസ്റ്റ് ബൈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കുള്ള പ്രോഗ്രാം. ഇവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ 101 എന്ന് പറയുന്ന കുട്ടിക്ക് ഏതൊക്കെ പരിപാടി ഉണ്ട്. ഇപ്പോൾ അസ്കർ അറിയുന്ന കുട്ടിക്ക്, ആ കുട്ടി 1ാം ക്ലാസ്സിലാണ്. കിഡ്ഡീസ് ബോയ്സ് ആണ്. കുട്ടിപ്പാട്ട്, സംഘഗാനം, ഇത് പരിപാടികളുണ്ട്. അത് ഇൻഡിവിജ്വൽ ആണോ ഗ്രൂപ്പാണോ എന്നത് കിട്ടും. വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മൾ പ്രോഗ്രാമിന് മുമ്പ് ചെയ്യേണ്ട സംഗതികൾ കഴിഞ്ഞു. ഇനി കോഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിന് ശേഷം ചെയ്യുന്ന സംഗതികളാണ്. അതായത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന അന്നത്തെ ദിവസം. അതിന് നമ്മൾക്ക് കുറച്ച് ലിസ്റ്റുകൾ ആവശ്യമുണ്ട്. ഇവിടെ കോഡ് ലെറ്ററിന് മുമ്പ് ഞാൻ ലിസ്റ്റിനെ പരിചയപ്പെടുത്താം. ഇവിടെ ലിസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്താൽ പ്രോഗ്രാം ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട്, പ്രോഗ്രാം കോഡും ലിസ്റ്റും. ഇത് നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ശേഷം ഇവിടെ കോൾ ലിസ്റ്റ്, ഇതാണ് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എഴുതി വെക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമുള്ളത്. ഇതാണ് ഇവിടെ കിഡ്ഡീസ് ബോയ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ കുട്ടിപ്പാട്ടിന് ആരൊക്കെ ഉണ്ടെന്നത് ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ
എടുക്കാൻ വേണ്ടി സാധിക്കും. ചെസ് നമ്പർ 101 ഉണ്ട്, ആ കുട്ടിക്ക് കോഡ് ലെറ്റർ ഇവിടെ കൊടുക്കുന്നു. 102 ഉണ്ട്, ആ കുട്ടിക്ക് കോഡ് ലെറ്റർ ഇവിടെ കൊടുക്കുന്നു. ഇതാണ് നമ്മൾ അടുത്ത് വേണ്ടി ഒരു ലിസ്റ്റ്. ശേഷം പെൻഡിങ് ടു ആഡ് കോഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കോഡ് ലെറ്റർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാംസുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. പാർട്ടിസിപ്പൻ്റ് പ്രോഗ്രാം ഓർഡർ അതിൽ പോയി നോക്കാം. പാർട്ടിസിപ്പൻ്റ് ഉദാഹരണത്തിന് കിഡീസ് ബോയ്സ് കുട്ടിപ്പാട്ട്, ആ കുട്ടിപ്പാട്ടിന് പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരാണ്, സംഘഗാനത്തിന് പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരാണ് ഇവിടെ പാർട്ടിസിപ്പൻ്റ് പ്രോഗ്രാം ഓർഡറിൽ കാണിക്കുന്നത്. പാർട്ടിസിപ്പൻ്റ് ടീം ഓർഡറിൽ ടീം വൈസ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് ഇവിടെ കാണിക്കുന്നത്. കിഡീസ് ബോയ്സ് സെലക്ട് ചെയ്യുന്നു, റൈഹാനിലുള്ള കുട്ടി. ഇപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഉള്ള പരിപാടികൾ ഇവിടെ ടീം ഓർഡറിൽ റൈഹാൻ എന്ന ടീം ഓർഡറിൽ കിട്ടുന്നതായിരിക്കും. ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് ആ ടീമിന് നമ്മൾക്ക് മൊത്തത്തിൽ ഇത് കൊടുക്കാവുന്നതാണ്. പാർട്ടിസിപ്പൻ്റ് സ്റ്റുഡൻറ് ഓർഡറിൽ ക്ലിക്ക് ചെയ്താൽ കിഡീസ് ബോയ്സ്, ഇപ്പോൾ ഉദാഹരണം റൈഹാനിലെ കുട്ടിക്കുള്ള പരിപാടികൾ, മർജാനിലെ കുട്ടികൾക്ക് ഉള്ള പരിപാടികൾ ഇവിടെ സ്റ്റുഡൻറ് ഓർഡറിൽ ഒരു കുട്ടിക്കുള്ള പരിപാടികൾ ഇവിടെ കാണാവുന്നതാണ്. ഇനി പെൻഡിങ് ടു ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയെല്ലാം ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ ബാക്കിയുണ്ടെന്നതാണ്. അത് നമ്മൾ മാർക്ക് എഴുതിയതിന് കാണിച്ചതിന് ശേഷം പറയാം. ഇനി പരിപാടിൻ്റെ അന്ന് ചെയ്യേണ്ടത് മാർക്ക് എൻട്രി എന്നതിലാണ് ആദ്യം പോകേണ്ടത്. മാർക്ക് എൻട്രി എന്നതിന് മുമ്പ് കോഡ് ലെറ്റർ എന്നതിലാണ് ആദ്യം പോകേണ്ടത്. കോഡ് ലെറ്റർ എന്നതിൽ പോയി അസൈൻ എന്നത് സെലക്ട് ചെയ്യണം. അസൈൻ എന്നത് സെലക്ട് ചെയ്ത് ഈ കുട്ടിപ്പാട്ട് നമ്മൾ നേരത്തെ കോഡ് ലെറ്റർ കുട്ടി കൊടുത്തല്ലോ, ആ കുട്ടിപ്പാട്ട് ഇവിടെ ഈ കിഡീസ് ബോയ്സ് സംഘഗാനം കിഡീസ് ബോയ്സ് ഇവിടെ അസൈൻ എന്നടുത്ത് ഇവിടെ ഓൾറെഡി ഞാൻ നേരത്തെ കോഡ് ലെറ്റർ കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ഓട്ടോമാറ്റിക് ആ ടിക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് അത് ക്യാൻസൽ അടിച്ചിട്ട് ഇവിടെ നോക്കാം, റീസെറ്റ് ചെയ്ത് ഇവിടെ കാണും. ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ കോഡ് ലെറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അസൈൻ എന്നത് കൊടുത്ത് ഈ കുട്ടിപ്പാട്ട് കിഡീസ് ബോയ്സ് അവർക്ക് കൊടുത്ത കോഡ് ലെറ്ററുകൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ 101 നമ്മൾ നേരത്തെ എത്രയാണോ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ആ കോൾ ലിസ്റ്റ് എടുത്ത് കൊടുത്ത് അത് അവിടെ എഴുതി വെക്കണം. 102 കൊടുത്ത കോഡും അത് നമ്മൾ ആ കോൾ ലിസ്റ്റ് നോക്കി അവിടെ എഴുതി വെച്ച് സബ്മിറ്റ് കൊടുക്കാം. ഇങ്ങനെ ഇതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ മാർക്ക് ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അവിടെ മാർക്ക് എന്നത് ക്ലിക്ക് ചെയ്ത് മാർക്ക് എൻട്രി എന്നതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, കുട്ടിപ്പാട്ടിൽ എത്ര ജഡ്ജിമാരുണ്ടായി, ഉദാഹരണം 2 ജഡ്ജാണ്, 2 എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ശേഷം കോഡ് ലെറ്റർ എക്ക് എത്ര മാർക്ക്, ഒന്നാമത്തെ ജഡ്ജ് കൊടുത്തു, രണ്ടാമത്തെ ജഡ്ജ് കൊടുത്തു. കോഡ് ലെറ്റർ ബിക്ക് എത്ര കൊടുത്തു, 60 കൊടുത്തു. ഉദാഹരണമാണിത്, 75 കൊടുത്തു. ഓട്ടോമാറ്റിക്. അപ്പോൾ ഇവിടെ ഈ എ ഗ്രേഡ് ബി ഗ്രേഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സേവ് കൊടുക്കുന്നു. നമ്മൾ സേവ് കൊടുത്തതിന് ശേഷം ആ കുട്ടിയുടെ മാർക്ക് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് റിസൾട്ട് എന്നതിലാണ് പോകേണ്ടത്. റിസൾട്ട് നേരത്തെ മാർക്ക് ആഡ് ചെയ്ത കുട്ടിയുടെ റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിക്ലെയർ റിസൾട്ട് എന്ന് കൊടുത്താൽ മാത്രമേ ഇവിടെ പരിപാടികൾ കാണിക്കൂ. ഡിക്ലെയർ ചെയ്യാൻ ഈ ഡിക്ലെയറിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ റിസൾട്ട് ഡിക്ലെയർ ആവും. ഡിക്ലെയർ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഹൗസിൽ അവരുടെ ടീമുകളിലേക്ക് ആ പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ ഡിക്ലെയർ റിസൾട്ട് എന്നത് ഞാൻ ഈ കിഡീസ് ബോയ്സിന് കുട്ടിപ്പാട്ടിന് കൊടുക്കുന്നു. ഡിക്ലെയർ ആയി റിസൾട്ട്. ഇപ്പോൾ ഇനി വ്യൂ റിസൾട്ട് എന്നതിൽ പോയി നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കുട്ടിപ്പാട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ റിസൾട്ട് എന്നതിൽ പോയി നമ്മൾക്ക് വ്യൂ റിസൾട്ട് എന്നതിൽ പോയി നമ്മൾക്ക് ഈ കുട്ടിപ്പാട്ട് എന്നതിൻ്റെ റിസൾട്ട് ഇവിടെ നമ്മൾക്ക് ജസ്റ്റ് കാണാവുന്നതാണ്. ഫസ്റ്റിന് എത്ര പോയിന്റ് കിട്ടി, സെക്കൻഡിന് എത്ര പോയിന്റ് കിട്ടി ഇവിടെ കാണാം. റിസൾട്ട് ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അനൗൺസ്മെന്റ് കിഡീസ് ബോയ്സ് കുട്ടിപ്പാട്ട് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ കിട്ടിയ കുട്ടിയുടെ പേരും ഹൗസും എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. സെക്കൻഡ് എന്ന് ക്ലിക്ക് സെക്കൻഡും കാണിക്കും. അങ്ങനെ ഓരോ ഇനി റിസൾട്ടിൽ തന്നെ ഡിക്ലെയർ ക്യാൻസലേഷൻ, നമ്മൾ റിസൾട്ട് ചെയ്ത ഡിക്ലെയർ ചെയ്ത റിസൾട്ട് ഒന്ന് ക്യാൻസൽ ചെയ്യണം, ഡിക്ലെയർ ക്യാൻസലേഷൻ കൊടുത്താൽ മതി. അതിൻ്റെ സമയം അതിൻ്റെ റിസൾട്ടിൻ്റെ
ഇത് ഓവർവ്യൂ എന്നതിൽ പോയാൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിനെ കുറിച്ചിട്ടാണ് അറിയുന്നത്. ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുറേ പ്രോഗ്രാമിന് അത് കൊടുത്ത് അത് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തിനാ ഇല്ലേ എന്ന് നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ റിസൾട്ട് എന്നതിൽ ഡിക്ലെയർ റിസൾട്ട് ഓവർവ്യൂ എന്ന് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞു. ലിസ്റ്റിൽ തന്നെ ഇവിടെ ഡിക്ലെയർഡ് പ്രോഗ്രാം ലിസ്റ്റ് എന്ന് കാണാം. അതിൽ പോയാൽ നമ്മൾക്ക് ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത പ്രോഗ്രാമുകളുടെ ലിസ്റ്റ് അവിടെ ലഭിക്കുന്നതായിരിക്കും. പ്രിന്റ് ഓൾ റിസൾട്ട് എന്നതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കുട്ടികളെ സെപ്പറേറ്റ് ആയി ലഭിക്കുന്നതായിരിക്കും. സമ്മാനം കൊടുക്കാൻ അത് എളുപ്പമായിരിക്കും. അതേപോലെ നോൺ വിന്നേഴ്സ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ തീരെ വിന്നർ ആവാത്ത കുട്ടികളെ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടാത്ത കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി വാല്യുവേഷൻ ഷീറ്റ് ഓരോ പ്രോഗ്രാമിനുള്ള വാല്യുവേഷൻ ഷീറ്റ്. ഉദാഹരണത്തിന് കിഡീസ് ബോയ്സ് പ്രോഗ്രാം കുട്ടിപ്പാട്ട്. ഇതാണ് നമ്മൾ പ്രിന്റ് എടുത്ത് ജഡ്ജസിന് കൊടുക്കുന്നത്. ഇവിടെ ജഡ്ജസിന് കാറ്റഗറി മാത്രം, കോഡ് ലെറ്റർ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ചെസ് നമ്പറിന്റെ ആവശ്യം വരുന്നില്ല. ജഡ്ജസ് കോഡ് ലെറ്ററിനാണ് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എക്ക് എത്ര, ബിക്ക് എത്ര, നമ്മളത് നേരത്തെ കോഡ് ലെറ്റർ അസൈൻ എന്നതിൽ പോയിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുത്ത ആ കോഡ് ലെറ്ററും ചെസ് നമ്പർ നേരത്തെ നമ്മൾ കോൾ ലിസ്റ്റിൽ കൊടുക്കുന്ന സമയത്ത് പിന്നെ അവിടെ അവരെ കോൾ ലിസ്റ്റിലേക്ക് നമ്മൾ അവരെ കോഡ് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഇവിടെ നമ്മൾ കോഡ് ലെറ്റർ അസൈൻ ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ജഡ്ജസിന് ചെസ് നമ്പർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത പോയിന്റ് എന്ന സെഷനിൽ പോയാൽ ഡിക്ലെയർഡ് റിസൾട്ട് കാണിക്കും. ഇവിടെ ഒന്നാമത്തതിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഡീറ്റെയിൽസ് കാണിക്കും. പോയിന്റിന് ടീം പോയിന്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാവുന്നതാണ്. ഓരോന്ന് എത്ര ആയിട്ടുണ്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ സ്കോർ ബോർഡ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടും മാറി മാറി പോകുന്നതായിരിക്കും. അടുത്ത ഇൻഡിവിജ്വൽ പോയിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. കിഡീസ് ബോയ്സിൽ ഇൻഡിവിജ്വൽ പോയിന്റ്, ഒരു കുട്ടിക്ക് എത്ര പോയിന്റ് കിട്ടിയെന്ന് ഇവിടെ കാണും. സ്കോർ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഫൈറ്റ് ആക്കി വിടണം, രണ്ട് ടീം ഫൈറ്റ് ആക്കി വിടണമെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഉദാഹരണത്തിന് സംഘഗാനത്തിൻ്റെ പോയിന്റ് പബ്ലിഷ് ചെയ്താൽ റൈഹാൻ എത്ര കിട്ടും, അർജാൻ എത്ര കിട്ടും എന്ന് നമുക്ക് ഒരു ഹൗസിൻ്റെ പോയിന്റ് അവിടെ നമുക്ക് കാണാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത്. മാർക്ക് സ്കീം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഉള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന് 3 മാർക്കും, സെക്കൻഡിന് 2 മാർക്കും, തേർഡിന് 1 മാർക്കും. അതേപോലെ എ ഗ്രേഡ് ആണെങ്കിൽ A+ ഗ്രേഡ് ആണെങ്കിൽ 6 മാർക്കും, എ ഗ്രേഡ് ആണെങ്കിൽ 5 മാർക്കും, ബി ഗ്രേഡ് ആണെങ്കിൽ 3 മാർക്കും, സി ഗ്രേഡ് ആണെങ്കിൽ 1 മാർക്കും എന്നാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മാർക്ക് മാറ്റാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കിഡീസ് ബോയ്സ് സെലക്ട് ചെയ്തു. അവിടെ സംഘഗാനത്തിന് നമുക്കിപ്പോൾ 3 മാർക്കല്ല ഫസ്റ്റിന് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് 15 മാർക്ക് കൊടുക്കണമെങ്കിൽ 15 എന്ന് സെലക്ട് ചെയ്യുക. 15 കൊടുത്താൽ ഫസ്റ്റിന് 15ഉം സെക്കൻഡിന് 5ഉം 10ഉം തേർഡിന് 5ഉം എന്നായിരിക്കും വരുന്നത്. അപ്പോൾ അതോടൊപ്പം അതിൻ്റെ ഗ്രേഡിൻ്റെ മാർക്കുണ്ട്. ഗ്രേഡിൻ്റെ മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മാർക്ക് കൊടുക്കുന്നത് അങ്ങനെ 40 മുതൽ 59 വരെ സി ഗ്രേഡും, 60 മുതൽ 69 വരെ ബി ഗ്രേഡും, 70 മുതൽ 89 വരെ എ ഗ്രേഡും, 90 മുതൽ 100 വരെ A+ ഗ്രേഡും ആയിരിക്കും. ഇതൊക്കെ സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാണ്. ഇത് ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റൂല. മാർക്ക് സ്കീം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്താവുന്നതാണ്. ഓരോ ഐറ്റംസിനും എത്ര മാർക്ക് കൊടുക്കണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ടാലന്റ് എന്നതിൽ പോയി നമ്മൾക്ക് സർഗപ്രതിഭ, കലാപ്രതിഭ എല്ലാം തിരഞ്ഞെടുക്കാം. ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയവരെ ഇവിടെ കാണിക്കും. കലാപ്രതിഭ, അതായത് കലാപ്രതിഭ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റേജ് പരിപാടിയും, സർഗപ്രതിഭ എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ സ്റ്റേജ് പരിപാടിയിലെയും ഏറ്റവും ടോപ്പേഴ്സിനെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ ബൈൻഡ് അപ്പ് ചെയ്യുന്നു. ലോങ് വീഡിയോ ആണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ ഇതിനെ ബന്ധപ്പെട്ടവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അതേപോലെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും വെക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.